ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CKCയും നിർമ്മലയും കൂടി സംസാരിച്ചത് ജ്യോതിർമായി ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് നിർമ്മലയെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ CKC അടുത്ത കള്ളം ജ്യോതിർമയോട് പറയുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ ഒരാളെ കൊല്ലുന്നത് അവരുടെ കയ്യിൽ അത് തെളിവുണ്ട്, അപ്പോൾ കോടതിയിൽ അവർ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ യാചിച്ചിട്ടാണെങ്കിലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അത് അവർ നിന്നെ പോലും കാണിച്ചു തരാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അവരത് കാണിക്കാത്തത്. അങ്ങനെയല്ലല്ലോ നിർമ്മല എന്നോട് പറഞ്ഞത്. ആ ഫോട്ടോസ് ഇവിടെ കാണിച്ചാൽ ജ്യോതിർമയി കണ്ടാൽ CKCയെ കൊന്നുകളയുമെന്നാണല്ലോ. CKC അവരങ്ങനെ പറഞ്ഞത്? ആ ഫോട്ടോ ഞാൻ കണ്ടാൽ എന്താ പിന്നെ പ്രശ്നം? എന്താ ഞാൻ CKCയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞത്? എന്താണെങ്കിലും എന്നോട് പറ CKC. അത് പിന്നെ അവർക്കറിയില്ലല്ലോ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡ് എന്താണെന്നുള്ളത്. നടത്തിയ ആ കൊലപാതകം അത് ജ്യോതിർമയിക്ക് അറിയില്ല എന്ന് കരുതിയാവും അവരത് പറഞ്ഞത്. ശരി, ഞാനത് വിശ്വസിച്ചു. പക്ഷേ ഇതുവരെ CKC പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ വിശ്വസിച്ചു എന്ന് CKC കരുതണ്ട. ഞാൻ ഇതിൻ്റെ പുറകിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും പിന്മാറുമെന്നും CKC കരുതണ്ട. ഞാനിത് അന്വേഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അതിലെങ്ങാനും എനിക്ക് ഇഷ്ടപ്പെടാത്ത CKCയുടെ കള്ളത്തരമെങ്ങാനും ഞാൻ കണ്ടുപിടിച്ചാൽ പിന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ CKCയെ ഞാൻ തുണ്ടം തുണ്ടമായി വെണ്ണുറക്കി കുഴിച്ചു മൂടും ഞാൻ. എന്നെ ശരിക്കും CKCക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അതോടുകൂടി CKC പേടിക്കുകയാണ്. വീട്ടിലെത്തിയ ശേഷം ഗൗതം ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. നിർമ്മലയും ജ്യോതിർമയും കൂടി സംസാരിക്കുന്നതും ഫോണിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അത് അമ്മ അവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. എന്തോ ഉണ്ട്, അതെനിക്ക് കണ്ടുപിടിക്കണം. എന്തായിരിക്കും ആ CKCയെക്കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യം അമ്മയ്ക്കറിയാം. അതിൻ്റെ ഫോട്ടോ അമ്മയുടെ കയ്യിലുണ്ട്, അതെനിക്ക് കാണണം. ആ ഫോട്ടോ മൊബൈലിലുള്ളത് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് മനസ്സിൽ സ്വയം പറഞ്ഞ ശേഷം ഗൗതം നിർമ്മലയുടെ ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ പാസ്വേഡ് ഇട്ട കാരണം ഇതിൻ്റെ പാസ്വേഡ് എന്തായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് നിർമ്മല അവിടേക്ക് വരുന്നത്. ഗൗതം നിർമ്മലയുടെ ഫോൺ ഓപ്പൺ ആക്കാൻ നോക്കുന്നത് കാണുമ്പോൾ, എന്താ ഗൗതം, എൻ്റെ ഫോൺ എന്തിനാണ് എടുത്തത്? അതോ എനിക്കൊരു ആവശ്യമുണ്ട് അമ്മ ഇതിൻ്റെ പാസ്വേഡ് ഒന്ന് മാറ്റി തന്നേ എന്ന് പറയട്ടോ. അങ്ങനെ അതെന്തിനാ? അല്ല, ഇതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ജ്യോതിർമയി അമ്മയുടെ ഫോണിൽ നിന്നും എന്തോ ഒരു ഫോട്ടോ കാണണമെന്ന്, CKCയെക്കുറിച്ചുള്ള എന്തോ ഒരു ഫോട്ടോ കാണണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. ഞാൻ അമ്മയിൽ നിന്നും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ അമ്മയോടൊപ്പം വന്നിരുന്നു. അമ്മ ആ സമയത്ത് ജ്യോതിർമയുമായിട്ട് സംസാരിച്ചതും അമ്മയുടെ ഫോണ് ജ്യോതിർമയി വാങ്ങാൻ ശ്രമിച്ചതും എല്ലാം ഞാൻ കണ്ടു. ഇതിൽ എന്ത് ഫോട്ടോ ആണ്, CKCയെ സംബന്ധിക്കുന്ന എന്ത് ഫോട്ടോയാണ് അമ്മയുടെ കയ്യിലുള്ളത്? അയ്യോ മോനെ, എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോസും ഇല്ല. അല്ല, അമ്മ പച്ചക്കള്ളം പറയുകയാണ്. അല്ല, ഞങ്ങളുടെ കയ്യിൽ CKC ഒരാളെ കൊല്ലുന്നതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ല, എന്നിൽ നിന്ന് അമ്മ എന്തോ ഒന്ന് മറച്ചു വെക്കുകയാണ്. അമ്മ ആദ്യം ഇതിൻ്റെ ലോക്ക് മാറ്റിക്കേ എന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിർമ്മല അതിൽ ലോക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ CKCയെ സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഗൗതം ഗാലറിയിൽ പോയി എല്ലാം നോക്കുന്ന സമയത്ത് അതിലൊന്നും കാണുന്നില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അത് തന്നെയല്ലേ മോനെ ഞാൻ നിന്നോട് പറഞ്ഞത്. എൻ്റെ കയ്യിൽ CKCയെ സംബന്ധിക്കുന്ന ഒരു രഹസ്യവും ഇല്ല. CKCയെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യമുണ്ട് എന്ന് കരുതിയാണ് ജ്യോതിർമയി എന്നോട് ഇതൊക്കെ ചോദിച്ചത്. പക്ഷേ അവരോട് എന്ത് പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണേ, ഞാൻ അമ്മ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് കരുതണ്ട, ഇതൊന്നുമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ. ഇതിൻ്റെ മുന്നേ നിർമ്മല ഫോൺ തുറക്കാൻ മടിക്കുന്ന സമയത്ത് ഗൗതം പറയുന്നുണ്ട്, അമ്മ ഈ ഫോണിൻ്റെ ലോക്ക് മാറ്റിത്തരണം, അമ്മ എൻ്റെ അമ്മയാണെങ്കിൽ ഇത് മാറ്റിത്തരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നിർമ്മല പറയുന്നത്, ഞാൻ നിൻ്റെ അമ്മ തന്നെയാണ്, ഫോണിലെ ലോക്ക് ഞാൻ മാറ്റിത്തരാം. പക്ഷേ നീ അന്വേഷിക്കുന്ന ഒരു ഫോട്ടോസും എൻ്റെ കയ്യിലില്ല. ഞാൻ ആ സമയത്ത് ഞാൻ CKCയുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയ സമയത്ത് അയാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അയാളോട് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അയാളെ ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നത്. അത് വിശ്വസിച്ചിട്ടാണ് എന്നിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അവർ വന്നത്, അല്ലാതെ ഒന്നുമില്ല മോനെ എന്ന് പറയട്ടെ. അപ്പോഴാണ് ഗൗതം പറയുന്നുണ്ട്, അമ്മ പറയുന്നത് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിച്ചു എന്ന് അമ്മ കരുതണ്ട. നിർമ്മല പറയണ, അമ്മ പറയുന്നതൊന്ന് വിശ്വസിക്കുക ഗൗതം, കാരണം ജ്യോതിർമയി എൻ്റെ അടുത്തേക്ക് വിട്ടത് തന്നെ CKC ആയിരിക്കും. ഇല്ലാത്ത ഒരു ഫോട്ടോസ് ഉണ്ട് എന്ന് വരുത്തി തീർത്തതല്ലേ ഞാൻ. അപ്പോൾ അയാൾക്ക് അതിൻ്റെ പേടി എത്ര ആയാലും ഉണ്ടാവുമല്ലോ. അത് വിശ്വസിച്ചിട്ടാണ് ജ്യോതിർമയി എൻ്റെ അടുത്തേക്ക് വന്നത്. ഇനി ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ എൻ്റെ ഫോൺ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി അതിൽ നീ പോയിട്ട് എല്ലാം തിരഞ്ഞു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫോൺ തായോ എന്ന് പറഞ്ഞ് നിർമ്മല ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് നിർമ്മല പറഞ്ഞതൊന്നും തന്നെ ഗൗതം വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിർമ്മല പോയി കഴിഞ്ഞ ശേഷം നിർമ്മല മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഗൗതം ഞാൻ നിന്നെ കണ്ടിരുന്നു, ജ്യോതിർമയുമായി ഞാൻ സംസാരിക്കുന്ന സമയത്ത് നീ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നീ പരിശോധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വരുന്ന വഴിയിൽ വെച്ച് എൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ഒറിജിനൽ ഫോട്ടോ എൻ്റെ കയ്യിൽ
കയ്യിലുണ്ട് മോനെ, പക്ഷെ അത് സമയമാകുമ്പോൾ ഞാൻ നിന്നെ കാണിച്ചു തരും, അതുവരെ നീ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നൊക്കെ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് ഗൗതം ജോലി അന്വേഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് ഗൗതമിൻ്റെ ഫ്രണ്ട് കാർത്തിക വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ ജോലിയൊന്നും ഇതുവരെയും ശരിയായിട്ടില്ല, ആർക്കും എനിക്ക് ജോലി തരാൻ താല്പര്യമില്ല, കാരണം ഈശ്വരമംഗലം ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന എനിക്ക് ജോലി തരില്ല എന്നാണ് പറയുന്നത്, അതാണ് എൻ്റെ അയോഗ്യതയായിട്ട് അവർ കാണുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് ഗൗതമിന് മറ്റൊരു കോള് വരുന്നത്. അപ്പോൾ കാർത്തികിൻ്റെ ഫോൺ അങ്ങ് കട്ടാക്കുകയാണ്. എന്നിട്ട് ആ ഫോൺ എടുക്കുന്ന സമയത്ത് അതിലെ മാനേജറാണ് വിളിക്കുന്നത്. ആൽഫ ബിൽഡേഴ്സ് എന്ന കമ്പനിയിൽ നിന്നും ജോലി കിട്ടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ മതി, ഗൗതമിനെ ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോലിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളാണ്. ഗൗതം ഓട്ടോ പിടിച്ച് ആ കമ്പനിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് നിർമ്മലയും CKCയും നിധിയും കൂടി സംസാരിക്കുന്നത് ഗൗതം കാണുന്നത്. അതോടുകൂടി ഒരു സൈഡിലേക്ക് ഓട്ടോ നിർത്തിയ ശേഷം അവരെന്തിനാണ് സൗമ്യതയോടുകൂടി CKCയോട് സംസാരിക്കുന്നത്, ഇതിലെന്ത് ഒരു കളി കളിക്കുന്നുണ്ടല്ലോ എന്ന് ഗൗതമിന് വീണ്ടും സംശയം വരികയാണ് കേട്ടോ. അപ്പോൾ CKC ആണെങ്കിലോ പറയുന്നത്, എന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിധി, എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കണം, എൻ്റെ അവസ്ഥ എനിക്കിനി കൂടിപ്പോയാൽ 6 മാസമാണ്, അതുകൊണ്ട് എൻ്റെ മോനെ നീ കാണിച്ചു തരണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ നിരപരാധിത്വം നീ എന്നും മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിധി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് CKC. അവസാനം CKC പറയുകയാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി, എൻ്റെ മോനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ് എന്നുള്ള നമ്പറാണ് കേട്ടോ. പിന്നെ അടുത്തത് CKC എടുക്കുന്നത്, എന്നോട് ഒന്ന് കരുണ കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല പറയണേ, ഞാൻ ഇങ്ങനെയൊക്കെ സൗമ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഞാൻ ചെയ്യുന്ന കരുണയാണെന്ന് നിങ്ങൾ കരുതിക്കോ, പിന്നെ മോനെ കാണുന്ന കാര്യം അതൊന്നും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും CKC ഇങ്ങനെ യാചിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ നിധി പറയണേ, നിർമ്മല ആൻറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ഒന്ന് ആലോചിച്ച ശേഷം നിങ്ങളെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിധിയും നിർമ്മലയും അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ CKC മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി എത്രയും പെട്ടെന്ന് ഇവർ ആരാണ് എൻ്റെ മകൻ എന്നുള്ളത് കാണിച്ചു തരും, എന്നിട്ട് വേണം തള്ളയെയും മോനെയും ഞാൻ ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് CKC ഓരോ കാര്യവും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ 3 പേരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഗൗതം കാണുന്നുണ്ട്. അങ്ങനെ ഗൗതമിന് സംശയമാവുകയാണ്. അങ്ങനെ ഗൗതം ആ ആൽഫ കമ്പനിയിലേക്ക് പോവാതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, ഓട്ടോ വിളിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് ചന്ദ്രികയും നിഖിലും കൂടി പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ പാർവതിയോട് പറയാണ്, എന്താണാവോ നിധി വരാത്തത്, നിധിയെ കണ്ടിട്ടൊന്ന് പോകണമെന്നായിരുന്നു. അപ്പോൾ പാർവതി പറയാൻ, തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്, ഇനിയിപ്പോൾ പുതിയൊരു ജോലിക്ക് കയറുന്നതല്ലേ കോഴിക്കോട്ടേക്കല്ലേ നിഖിലെ, നിൻ്റെ ജോലിയൊക്കെ അവിടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ആണെങ്കിൽ നീ അവിടെ കടിച്ചു പിതൂങ്ങി നിൽക്കരുത്, അമ്മയും കൊണ്ട് പെട്ടെന്ന് ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നിഖിൽ പറയാണ്, നല്ല ജോലിയാണ്, അതുകൊണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് അവിടേക്ക് പോകുന്നത് തന്നെ, കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് അവിടേക്ക് പോവില്ലല്ലോ ആൻറ്റി എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഗൗതം അവിടെ എത്തണം. അപ്പോൾ ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അത് ശരി നിധി വന്നിട്ടില്ലേ എന്ന് ഗൗതമും ചോദിക്കാട്ടോ. എന്നിട്ട് ഗൗതം പറയണേ, നിങ്ങളിപ്പോൾ നിധിയെ കാത്തു നിൽക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് പോവാൻ നോക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ മിസ്സാവും, ഇനിയിപ്പോൾ ഫോണിലൂടെ നിധിയോട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൗതം പെട്ടെന്ന് അവരോട് പോകാൻ പറയാണ്. അങ്ങനെ നിഖിലും ചന്ദ്രികയും ഓട്ടോയിൽ പോയി കഴിഞ്ഞ ശേഷം പോയിട്ടേക്കും നിർമ്മലയും നിധി അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ പാർവതി പറയണേ, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം, നിൻ്റെ അമ്മ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. അയ്യോ അമ്മ പോയോ എന്ന് ചോദിക്കും. പിന്നെ പോവാതെ അവർക്ക് ട്രെയിൻ മിസ്സാവില്ലേ, ഇനിയിപ്പോൾ ഏതായാലും ഫോണിൽ സംസാരിക്കും. അപ്പോൾ ഗൗതം പറയും, ഞാൻ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചല്ലോ, പക്ഷേ നീ ഫോൺ എടുത്തില്ലല്ലോ. അപ്പോൾ നിധി പറയണേ, എൻ്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല, വെറുതെ പറയരുത്, എൻ്റെ ഫോണിന് ഒരു കേടുമില്ല എന്ന് പറയട്ടെ. അങ്ങനെ ഗൗതം, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗൗതം കുറച്ച് ഗൗരവത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് നിർമ്മലയും നിധിയെയും കൂടി ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ഒപ്പം പാർവതിയുമുണ്ട്. നിങ്ങൾ എന്തിനാണ് CKCയുമായി സംസാരിച്ചത് എന്ന് ചോദിച്ചതോടുകൂടി നിധിയും നിർമ്മലയും പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ. അത് പിന്നെ അയാൾ കണ്ട് സംസാരിച്ചത് വീഡിയോ ഡിലീറ്റ് ആക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ അയാൾ ഭീഷണിപ്പെടുത്തി സംസാരിച്ച. അപ്പോഴത്തേക്കും ഗൗതമിന് ദേഷ്യം പിടിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ ഭീഷണിയാണോ അതോ ദേഷ്യത്തിലാണോ സൗമ്യമായിട്ടാണോ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്, അതുകൊണ്ട് വെറുതെ കള്ളം പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതമിൻ്റെ ആ ദേഷ്യം കാണുന്ന സമയത്ത് നിധിയും നിർമ്മലയും ഞെട്ടിപ്പോട്ടെ. അപ്പോൾ പാർവതി പറയണേ, എന്താ ഗൗതം നിനക്ക് പറ്റിയത്, നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ പാർവതിയോട് പറയാണ്, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇവരുടെ കള്ളത്തരം എനിക്ക് ഇന്ന് പൊളിച്ചെടുക്കണം, ഇവരെന്നിൽ നിന്നും എന്തോ കള്ളം മറച്ചു വെക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്ന ആ ഫോട്ടോ എനിക്ക് കാണാം, നിർമ്മലാമ്മ അത് കാണിച്ചു തരുന്നുണ്ട്, അത് പിന്നെ ഗൗതം അയാൾ കൊല്ലുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത്, അത് ഡിലീറ്റ് ചെയ്യാനാണ് അയാൾ എൻ്റെ അടുത്ത് വന്ന സമയം. അത് ശരി, അപ്പോൾ അയാൾ ഒരു കൊലപാതകയാണല്ലേ, അതേ ഗൗതം എന്ന് പതർച്ചയോട് കൂടിയാണ് കേട്ടോ നിർമ്മല പറയുന്നത്. അങ്ങനെയുള്ള
പെട്ടെന്നുള്ള ഒരാളോട്, കൊലപാതകം പോലും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളോട് നിങ്ങൾ 3 പേരും കൂടി സൗമ്യമായി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എനിക്കൊരു ജോലി റെഡിയായി, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ 3 പേരും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. എന്നിട്ടിപ്പോൾ എന്നോട് കള്ളം പറയാനൊന്നും നിങ്ങൾ നോക്കണ്ട. ജോലി പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ മര്യാദക്ക് സത്യം പറഞ്ഞു. അപ്പോൾ വീണ്ടും നിർമ്മല പറയണേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്, അയാൾ കൊലപാതകം നടത്തുന്ന ആ വീഡിയോസാണ് ഞങ്ങളെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതം ദേഷ്യത്തിൽ അലർച്ചയോട് കൂടി അവിടെ ഇരിക്കുന്ന ഒരു കസേര എടുത്ത് അങ്ങ് നീക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കുക, എന്താ പറ്റിയത് ഗൗതം, എന്താണ് നിനക്ക്? അപ്പോൾ ഗൗതമിൻ്റെ പെട്ടെന്നുള്ള ആ ഭാവവ്യത്യാസം കാണുമ്പോൾ നിർമ്മലയും നിധിയൊക്കെ പേടിക്കുകയാണ്. ഗൗതം പറയണ, ശരി, നിങ്ങൾ പറയുന്നത് അയാൾ ഒരു കൊലപാതകം ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കയ്യിലുണ്ട്, എന്നിട്ട് ഇതുവരെ എന്താണ് നിങ്ങൾ എന്നെ അത് ഏൽപ്പിക്കാതിരുന്നത്? അപ്പോൾ പാർവതി പറയാൻ, അത് ശരിയാണ്, ഗൗതമിനെ ഒരുപാട് ആ CKC ഉപദ്രവിച്ചതല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ ആ വീഡിയോസ് ഗൗതമിന് കാണിച്ചു കൊടുക്കാതിരുന്നത്? അതിനുള്ള ഉത്തരം പറ എന്ന് പറഞ്ഞതോടെ നിധിയും നിർമ്മലയും ഉത്തരം മുട്ടി നിൽക്കുകയാണ്.